അഗസ്തിക്കോട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന് തുടക്കമായി. ക്ഷേത്രസന്നിധിയിൽ നടക്കുന്ന 25ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിനാണ് തുടക്കമായത്. യജ്ഞാചാര്യൻ പള്ളിക്കൽ മണികണ്ഠൻ ശ്രീമദ് ഭാഗവത ജ്ഞാനയജ്ഞത്തിന് നേതൃത്വം നൽകുന്നു. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യത്തിനും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കേണ്ടുന്ന മഹത്തമമായ ദിവസമാണ്. കുടുംബ ബന്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇന്ന് കൂടുതലും വിവാഹത്തെക്കാൾ കൂടുതൽ വിവാഹമോചനങ്ങൾ വർദ്ധിക്കപ്പെട്ടുകൊണ്ടുവരുന്ന ഒരു കാലഘട്ടത്തിൽ ലിവിങ് ടുഗദർ എന്ന സങ്കല്പത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വിവാഹബന്ധത്തിന്, കുടുംബ ബന്ധത്തിന് വളരെയധികം ഇഴയെടുപ്പവും ദൃഢത്വവും ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് രുക്മിണി സ്വയംവരം എന്ന ഭാഗത്തിലൂടെ. രുക്മിണി സ്വയംവര ദിനത്തിൽ യജ്ഞത്തിൻ്റെ 5ാമത്തെ ദിവസത്തിൽ സർവൈശ്വര്യ പൂജ ഉണ്ടായിരിക്കുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഫെബ്രുവരി 29 ആരംഭിച്ച യജ്ഞം മാർച്ച് 6 അവധ്യുത സ്നാനഘോഷയാത്രയോടെ സമാപിക്കും. യജ്ഞത്തിൻ്റെ 6ാമത്തെ ദിവസം ഭക്തനും ഭഗവാനും ഒരുമിച്ച് ചേരുന്ന കുചേല സൽഗതി ദിവസമാണ്. നമ്മളെല്ലാവരും കുചേലന്മാരായി മാറുന്ന ശ്രേഷ്ഠമായ ദിവസം. അന്ന് കുചേലഗതി രംഗാവിഷ്കാരം ഉണ്ടായിരിക്കുന്നതാണ്. അവൽക്കിഴി, ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളുടെ പ്രതീകമായ അവൽക്കിഴി സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് എന്നുള്ളതാണ് അന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. സന്താന ഗോപാല മന്ത്ര അർച്ചനയ്ക്കും അന്ന് വളരെ പ്രാധാന്യമുണ്ട്. യജ്ഞത്തിൻ്റെ സമാപന ദിവസം ഭഗവാന്റെ സ്വധാമപ്രാപ്തി ഭാഗമാണ് പാരായണം ചെയ്യുന്നത്. 125ാമത്തെ വയസ്സിൽ ഭഗവാൻ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ഭഗവാൻ തന്നെ ഈ ലോകത്തേക്ക് വന്നാലും മരണം, ഒരു തിരിച്ചുപോക്ക് അനിവാര്യമാണ് എന്നാണ് ഭഗവാന്റെ സ്വധാമപ്രാപ്തി ഓർമ്മിപ്പിക്കുന്നത്. അന്ന് മോക്ഷപദപ്രാപ്തിക്ക് വേണ്ടി ഒട്ടേറെ കർമ്മങ്ങൾ, തുളസിപ്പറ, മഹാസുദർശന ഹോമം ഉൾപ്പെടുന്ന കർമ്മങ്ങളുണ്ടായിരിക്കും. തീർച്ചയായും നമ്മുടെ മനസ്സും ശരീരവും നമ്മുടെ സമ്പത്തും ഒക്കെ അർപ്പിക്കപ്പെടുന്ന, സമാധാനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കപ്പെടുന്ന വിശിഷ്ടതമമായ ഈ ശ്രീമദ് ഭാഗവത ജ്ഞാനയജ്ഞത്തിൽ കലിയുഗത്തിലെ എല്ലാ ദോഷദുരിത നിവാരണങ്ങൾക്കുമുള്ള ഉത്തമമായ സിദ്ധൌഷധമായ ശ്രീമദ് ഭാഗവത പാരായണ ശ്രവണത്തിലും പ്രഭാഷണാദികളിലും പൂജാതി കർമ്മങ്ങളിലും എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണം എന്ന് വളരെ വിനയത്തോടെ, സ്നേഹത്തോടെ യജ്ഞാചാര്യൻ എന്ന നിലയിൽ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ സുന്ദരേശൻ, ക്ഷേത്രം മേൽശാന്തി അജിത് കുമാർ, യജ്ഞാചാര്യൻ പള്ളിക്കൽ മണികണ്ഠൻ എന്നിവർ ചേർന്ന് യജ്ഞശാലയിൽ ഭദ്രദീപം തെളിയിച്ചതോടെയാണ് ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന് തുടക്കമായത്. മാർച്ച് 2 യജ്ഞശാലയിൽ ശ്രീകൃഷ്ണാവതാര ദിനത്തിൽ സത്സന്താനലബ്ധിക്കായി ഉണ്ണിയൂട്ട്, മാർച്ച് 4 രുക്മിണി സ്വയംവര ഘോഷയാത്ര, മാംഗല്യലബ്ധിക്കായി വിശേഷാൽ പൂജകൾ, മാർച്ച് 5 കുചേലാഗമനവും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി അവൽക്കിഴി സമർപ്പണം തുടങ്ങിയവയും നടക്കും. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഭക്തർക്കായി ക്ഷേത്രസന്നിധിയിൽ സമൂഹ സദ്യയും ഒരുക്കിയിട്ടുണ്ട്. റിപ്പോർട്ടർ സുനിൽ ജി, കരവാളൂർ. തിങ്കൾ, ചൊവ്വ, ബുധൻ. ഇത് ഒരു വർഷത്തേക്കുള്ളതുണ്ടല്ലോ. ഇതേ എനിക്കുള്ളതാ. ഫാമിലിക്കുള്ളത് എടുക്കാൻ പോകുന്നേ ഉള്ളൂ. ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ 365 ദിവസത്തേക്കും എടുത്താലോ എന്നാ. ഞെട്ടിയോ? ഇതുപോലൊന്ന് കണ്ടാൽ ആരും ഞെട്ടും. ഇത്രയും വിലക്കുറവിൽ ഇത്രയും കളക്ഷൻസ് വേറെ കണ്ടിട്ടുണ്ടോ? ഒത്തിരി കളക്ഷൻ, ഇത്തിരി വില. അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ ഇനി കൊല്ലം ജില്ലയിലെ